കൊറോണ വന്ന് കുറേ കാലം കുടുംബത്തിരുന്നല്ലോ. ഞാനിരുന്നു, എൻ്റെ മനുവേട്ടനിരുന്നു. ഞങ്ങളുടെ മോൻ ഒരു നേരം ഒരു ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കാൻ പോലും ത്രാണിയില്ലാണ്ട് നമ്മളെ ഫോൺ കോള് വരാതിരിക്കാൻ ബ്ലോക്ക് ചെയ്ത് വെച്ച ആൾക്കാരുണ്ട്. അത്രേ ഉള്ളൂ. 4 കാശ് കയ്യിലില്ല. നമ്മൾ പാട്ട് പറഞ്ഞുകൊണ്ട് അന്നം മുട്ടാണ്ട് ജീവിക്കണം. ഒരു നേരത്തേക്ക് എല്ലാവരും വാങ്ങിത്തരും, 2ാമത്തെ നേരം വാങ്ങിത്തരും, 3ാമത്തെ നേരം വാങ്ങിത്തരുമോ? സുഹൃത്തുക്കൾ പോലും നമ്മളെ ഒഴിവാക്കും, കൂടപ്പുറപ്പുകൾ പോലും നമ്മളെ ഒഴിവാക്കും. ആ സമയത്ത് പണിയെടുക്കാൻ ത്രാണുണ്ടെങ്കിൽ അറിയുന്ന പണിയെടുക്കുക. ഞങ്ങൾ കഞ്ചാവ് കച്ചവടത്തിനൊന്നും നല്ല പോണേ. ഒരു കുടുംബങ്ങളും ഈ ഒരു സമയം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ ലൈഫിലും ഒരുപാട് പ്രശ്നങ്ങൾ നടന്ന സമയമായിരുന്നു കൊറോണ സമയം. കാരണം ജോലിയില്ല, കൂലിയില്ല, ഒന്നുമില്ല. കാരണം ഫുഡും കഴിക്കണം, ജോലിയില്ലാത്ത പ്രശ്നങ്ങൾ. ആ ചേച്ചി പറഞ്ഞുകൊണ്ട് ഒരു ബിസ്ക്കറ്റ് കൂടി വാങ്ങിക്കൊടുക്കാൻ പോലും കഴിവില്ലാത്തൊരു സമയത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ 1-2 പ്രാവശ്യം ഒരു പ്രാവശ്യം നമ്മൾ ഫുഡ് അയച്ചില്ലെങ്കിൽ, ഒരു നേരം ഫുഡ് അയച്ചില്ലെങ്കിൽ നമ്മൾക്ക് ഒരാളെ സഹായിക്കാൻ വരും, 2 നേരം സഹായിക്കാൻ വരും, 3ാമത്തെ നേരം പിന്നെ സഹായം ഉണ്ടാവും എന്ന കാര്യത്തിൽ ഭയങ്കര ഡൗട്ടാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഫിനാൻഷ്യലി പ്രശ്നങ്ങളുടെ സമയത്ത് പലരും നമ്മളെ കൂട്ടുപിടിക്കാറില്ല. പൊതുവെ ഉണ്ടാവാറ് നമ്മളെ ലൈഫിൽ നിന്ന് വെറുതെ അകന്ന് പോകാറാണ് കൂടുതലുണ്ടാവല്. നമുക്ക് പ്രശ്നം വരുന്ന സമയത്താണ് നമുക്ക് കൂടെ നിർത്താനും നമ്മളെ കൂട്ടുപിടിക്കാനും നമുക്ക് ആളാവശ്യം. അല്ലാതെ നമ്മൾ ഹാപ്പി ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പലരും അങ്ങനെയല്ല. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ വല്ല നമ്മൾ ലൈഫിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് കാണുമ്പോൾ, അതേ സമയത്ത് തന്നെ കൊറോണ സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വന്നത് നമ്മളെ വ്യാപാരികൾ, സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത സ്റ്റാഫൊക്കെ ഉണ്ടാകുമ്പോൾ. കാരണം അവർക്ക് ആഴ്ചയിൽ 2 ഡ്യൂട്ടിയൊക്കെ കിട്ടുന്നുണ്ടാകുമ്പോൾ, ആഴ്ചയിൽ 2 ഡ്യൂട്ടിക്ക് 4 ആഴ്ച വരുമ്പോൾ ആകെ 8 ഡ്യൂട്ടിയാണ് കിട്ടുന്നത്. 4 ആഴ്ച വരും 8 ഡ്യൂട്ടിയാണ് കിട്ടുന്നത്. 8 ഡ്യൂട്ടിയിൽ എന്തൊക്കെയാണ് വേണം? വീട്ടിലത്തെ ഗ്യാസ് അടക്കണം, കറണ്ട് ബില്ല് ഒരു കുറവില്ല, കറണ്ട് ബില്ല് അപ്പം അടക്കണം, കറണ്ട് ബില്ല് അടക്കണം, പിന്നെ ഗ്യാസ് അടക്കണം, അല്ലെങ്കിൽ വിറക് വേണം. പിന്നെ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണം. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, കൊറോണ സമയമായതുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ വീട്ടിൽ ഫുഡ് വെക്കണം. അതൊരു വല്ലാത്തൊരു ടൈമായിരുന്നു. നമ്മൾ ശരിക്കും ചേച്ചി പറഞ്ഞ മാതിരി തന്നെ ശരിക്കും പലതും വെള്ളം മാത്രം കുടിച്ച് ഒരുപാട് ആൾക്കാർ അങ്ങനെ ജീവിച്ചിട്ടുണ്ടാകുമ്പോൾ വെള്ളത്തിൻ്റെ ചിലപ്പോൾ 2-3 നേരത്ത്. കാരണം ജോലിയില്ല. കാരണം സാധാരണക്കാർക്ക് എന്നും പ്രശ്നമാണ് സംഭവം. കാരണം പൈസ ഉണ്ടെങ്കിൽ അട്ടിക്കട്ടിക്കൊച്ചൊക്കെ ഒരു പ്രശ്നമില്ലായിരുന്നു ആ സമയത്ത്. കാരണം ഡെയിലി ജോലി ചെയ്യുന്ന കൂലിപ്പണിക്കാർക്ക്, സാധാരണക്കാർക്ക് കൊറോണ ഒന്ന് ആ സമയം ഓർക്കാൻ പോലും പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ കൊറോണ എന്ന് ഓർക്കുമ്പോൾ തന്നെ ശരിക്കും ഒരു എന്തൊക്കെയൊരു മെന്റൽ ഡിസോർഡർ ആണുള്ള സമയമായിരുന്നു കൊറോണ സമയം എന്ന്. കാരണം 5 പൈസയല്ല, ആകെ ആഴ്ചയിൽ ഒരു 2 ഡ്യൂട്ടിയൊക്കെ കിട്ടുള്ളൂ. ആഴ്ച 2 ഡ്യൂട്ടി കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനാ? നമുക്ക് 30 ദിവസം 26 ദിവസം വർക്ക് ചെയ്യാൻ തന്നെ നമുക്ക് ഒന്നും ആവുന്നില്ല. ആ സമയത്ത് ആഴ്ച 2 ഡ്യൂട്ടി കിട്ടിയിട്ട് എന്താ? ഒന്നും ആകാൻ പറ്റില്ല. ആ ഒരു സമയം അത് ഒരു വല്ലാത്ത സമയമായിരുന്നു ചേച്ചി പറഞ്ഞവർക്ക്. അപ്പോൾ ആ സമയത്ത് പലരും നമ്മളെ കൂടെ ഉണ്ടായ പലരും നമ്മളെ ലൈഫിൽ നിന്ന് അകന്നിങ്ങനെ പോണ കാണാൻ പറ്റും. കാരണം എനിക്കുണ്ടായിട്ടുണ്ട് പല അനുഭവങ്ങളും. നമ്മൾ അത്രയും നല്ലൊരു ബന്ധം പുലർത്തിയിരുന്ന പലരും നമ്മൾ ഭയങ്കര ഡൗൺ ആയ സമയത്ത് പലരും നമ്മളിൽ നിന്നിങ്ങനെ അകന്ന് പോയതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിരുന്നപ്പോൾ പിന്നെ ചോദിക്കാനും പറയാനും നിന്നില്ല. അവർക്ക് നമ്മൾ താല്പര്യമില്ല. അപ്പോൾ അവർ അകന്ന് പോയി. പക്ഷെ അവരന്ന് പൈസ ചോദിക്കുമെന്നുള്ളൊരു പേടിയുണ്ട് അവർക്ക്. നമുക്കിങ്ങനെ ആഴ്ച 2 ഡ്യൂട്ടിയൊക്കെ ഉള്ളൂ. അപ്പോൾ അവർക്കും പേടി. ഇനി കൂടുതൽ അറ്റാച്ച്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ വാങ്ങുമോ, പൈസ ചോദിക്കുമെന്നുള്ള പേടി അവർക്കുണ്ടായിരുന്നു. നമ്മുടെ ലൈഫിൽ നിന്ന് ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയി. അത് വല്ലാത്തൊരു ഫീലിംഗ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ അത്രയും അന്ധമായി വിശ്വസിച്ച പലരും നമ്മുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതൊക്കെ അതുകൊണ്ടൊക്കെ അവരെ മനസ്സിലാക്കാൻ പറ്റി. പിന്നീട് നമുക്കൊരു ആ ഒരു ബന്ധം പലരും പിന്നൊരു ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ കഴിഞ്ഞ സമയത്ത് പലരും നമ്മുടെ അടുത്തേക്ക് വീണ്ടും മടക്കാൻ വന്നപ്പോൾ നമുക്ക് അനുഭവം ഉണ്ടല്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ അത്ര അറ്റാച്ച്മെന്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ ലൈഫെല്ലാം പോകും. അപ്പോൾ പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം ചതി പറ്റി കഴിഞ്ഞു. പലരും നമ്മൾ ആ സമയത്ത് പലരും നമ്മളെ ലൈഫിൽ നിന്ന് അകന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ ഇഷ്ടം. അപ്പോൾ ഈ കൊറോണയിൽ നിന്ന് വീഡിയോ കണ്ട സമയത്ത് തന്നെ നമുക്ക് ശരിക്കും ഭയങ്കര ഫീലായി പോയി. അപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്താണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.